ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നെന്ന് ഞാൻ നോക്കണമല്ലോ. സാർ ഇത് ആദ്യമായിട്ടാ നോക്കുന്നത്. സമയം കിട്ടാഞ്ഞല്ലേ അപ്പക്കുട്ടാ. രാജേന്ദ്രൻ നാട്ടിൽ പോയിരിക്കല്ലേ? എന്തായി? ഓഫീസിൽ വെച്ച് ഇന്നലെ ചോദിക്കാവത്തില്ല. അവന്റെ കല്യാണം നിശ്ചയിച്ചു. നിശ്ചയിച്ചോ? എന്നിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടില്ല. അവൻ പറഞ്ഞത് ഇവിടുന്ന് ആരെയും ക്ഷണിക്കുന്നില്ലെന്ന്. അതെങ്ങനെ ശരിയാവുന്നേ? അതങ്ങനെ ശരിയായിക്കോളും. ഇതാകെ ചെറിയ മട്ടിലുള്ള ഒരു ചടങ്ങല്ലേ സാർ. ആയിക്കോട്ടെ, ഓഫീസിലുള്ള മറ്റേ ലെവലാദികളൊന്നും ക്ഷണിക്കണ്ട. പക്ഷെ ഞാൻ വരാതെ പറ്റുകയല്ലോ. അങ്ങനെ സാറിനെ മാത്രം ക്ഷണിച്ച ആളുകൾക്ക് സംശയാവും. എന്ത് സംശയിക്കാൻ? അല്ല, ഇപ്പൊ അവൻ മാനേജർ ആയപ്പോ തൊട്ട് തന്നെ ആളുകൾക്ക് പല പല സംശയങ്ങളാ. സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശ അഭിപ്രായമാണല്ലോ. ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന് ആളുകൾ പറയുന്നത്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശ അഭിപ്രായമാണ്. സാർ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അവൻ കല്യാണം കഴിഞ്ഞ് പോരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അത് ശരിയാവില്ല. അപ്പുക്കുട്ടൻ ചിലതൊക്കെ എന്നോട് ഏറ്റവുകൊണ്ടാണ് ഞാൻ അവനെ പിടിച്ച് മാനേജാക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാം. സാർ, അത് വൃത്തികേടല്ലേ സാർ? നമുക്ക് കല്യാണത്തിന്റെ അന്ന് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തണമെന്നും പറഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ഇങ്ങ് പോരൂ എന്ന് പറയാം. അതുപോലെ റിസപ്ഷനല്ലേ നല്ലത്? അപ്പോ നമ്മൾ കല്യാണത്തിൽ പോകണ്ട? റിസപ്ഷനല്ലേ കല്യാണത്തെക്കാൾ നല്ലത്? എന്നാ അങ്ങനെ ചെയ്യാം. അക്കാര്യം അവനെ അറിയിച്ചേക്ക. ഗംഭീരമായ ഒരു ഹോട്ടൽ, ഗംഭീരമായ റിസപ്ഷൻ. ഹോട്ടലാണ് നല്ലതല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ സാർ ഇത്? ഒരു സന്തോഷം, ഒരു സന്തോഷം. എന്റെ ഭാര്യ ഭാര്യ രോഗശയ്യയിലാണ് സാർ. എന്താ എന്താ? ആകാംക്ഷ കൊണ്ട് ഞരമ്പുകൾ തളരുന്ന ഒരുതരം രോഗം, ആൻസൈറ്റിക്കോ ന്യൂറോട്ടോമ. അങ്ങനെ ഒരു രോഗമുണ്ടോ? ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് കിടപ്പില, മരുന്ന് കഴിക്കുന്നു. കഷ്ടമായി പോയല്ലോ. എങ്കിൽ നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോകാം. തന്റെ ഭാര്യയുടെ രോഗം അന്വേഷിക്കേണ്ടത് എന്റെ കൂടെ കടമയാണല്ലോ. അത് നടക്കില്ല സാർ. എന്ത് നടക്കില്ലെന്ന്? സന്ദർശകരെ അനുവദിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ രോഗിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ജനലിൽ കൂടിയെങ്കിലും ഒരു നോക്ക് കണ്ടേച്ച് പോരാമല്ലോ. പക്ഷെ അവൾ കിടക്കുന്ന മുറിക്ക് ജനലേ ഇല്ല സാർ. ഓ, ടെറസ് വീടാണോ തന്റെ? അല്ല സാർ, ഓടിട്ടതാ. എങ്കിൽ മോന്തായത്തെ കയറി ഓട് നീക്കി ഞാൻ രോഗിയെ കണ്ടോ. എന്താ? താനിപ്പോ പോ, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സാർ. പിന്നെ ഞാൻ ഈ ഓഫീസിൽ വീണ്ടും പ്യൂണായിട്ട് വന്നാൽ മറ്റുള്ളവർ പരിഹസിക്കും. അതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ സാർ. താൻ എങ്ങനെ വേണമെങ്കിലും പോയിക്കോളൂ, എനിക്ക് പ്രശ്നമല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് സാർ? അക്കാര്യം സംസാരിക്കാനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അല്ല, വന്ന സ്ഥിതിക്ക് ചോദിച്ചേ ഉള്ളൂ. ഈ പൊട്ടങ്കളി എന്റെ അടുത്ത് വേണ്ട. എന്നത്തേക്ക് റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കാനാണോ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത്? എന്റെ വണ്ടി, എന്റെ പെട്രോള്, എത്ര ദൂരം ഓടിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടം. അല്ല, ഈ പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസലാക്കണം സാർ. എന്തുമാത്രം പണം ലാഭിക്കാം. എടുത്തോ. അവന്റെ ഭാര്യക്ക് എന്താ അസുഖം? എന്തെങ്കിലും കാണും. നുണയാണ്. ചിലപ്പോ ആയിരിക്കും. രോഗിയെ ഞാൻ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ വഴുതി കളഞ്ഞു. അല്ലെങ്കിൽ അവനോട് എന്താ സംസാരിക്കാൻ? താൻ പറ. താനാണല്ലോ എനിക്ക് വാക്ക് തന്നത്. സാർ, ഈ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് നല്ലൊരു ദിവസം നോക്കണ്ടേ? എടോ, കല്യാണത്തിനല്ല റിസപ്ഷൻ ആണെങ്കിൽ നല്ല സമയം നോക്കൂ. സാറിന് അറിയാഞ്ഞിട്ടാ കല്യാണത്തിനല്ല ഇപ്പൊ റിസപ്ഷൻ ആളുകൾ നല്ല ദിവസം നോക്കുന്നത്. ഈ വർഷം കൊള്ളാവുന്ന ഒരൊറ്റ നല്ല ദിവസം ഇല്ല സാർ. നമുക്ക് അടുത്ത വർഷം നോക്കാം. അപ്പൊ കുട്ടാ, എന്തോ? എന്റെ ഫാദർ മരിക്കുമ്പോ കണ്ടോത്തുപടി റോഡിൽ ഒരു 2 നില കെട്ടിടം ആകെ എനിക്ക് കിട്ടിയത് അതാ. വേറൊന്നും കിട്ടിയില്ല? ബാക്കിയെല്ലാം ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാ. ആ എന്നെ അല്ലെങ്കിൽ സാറ് ബഹുമെടുക്കനാ. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. റിസപ്ഷൻ നടത്തിയില്ല ഞാൻ പിരിച്ചുവിടും. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, സാർ അവരെ പിരിച്ചുവിട്ടോളൂ. എനിക്ക് കുഴപ്പമില്ല. അവനെ അല്ല, തന്നെ. നാളെ വന്ന് ഡിസ്മിസ് ലോറും കോമ്പൻസേഷൻ വാങ്ങിച്ചോളൂ. നീ ഇവിടെ ഇരുന്ന് ഉല്ലസിക്കുകയാണല്ലേ? അപ്പൊ കുട്ടാ, ഇത് ഗാമ ഗാർമെന്റ്സിന്റെ മാനേജർ സണ്ണിക്കുട്ടി. ഞങ്ങൾ കുറച്ച് മാനേജേഴ്സ് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു. ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ. മാനേജരോ? നീയോ? നാളെ ഓഫീസ് ചെല്ലുമ്പോൾ നിന്റെ കസേര എവിടെ കാണില്ല. എന്റെ ഫ്രണ്ടാ.
ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ. ദേ എന്റെ സ്വഭാവം എടുപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഭാര്യയെ വിളിച്ചോണ്ട് വന്ന് റിസപ്ഷൻ നടത്തിയില്ലേലുണ്ടല്ലോ. നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല എനിക്ക് ഇപ്പൊ സംസാരിക്കണം. വേണ്ട 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 വേണ്ട, ഇനി ഒരു രഹസ്യമില്ല. ഞാൻ എന്റെ അടിത്തറ ഇളകി നിൽക്കുക. എന്റെ ജോലിയും പോയ മട്ട. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, കൊല്ലും. അത്രേ ഉള്ളൂ. പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ ഭാര്യയെ. ഇങ്ങോട്ട് ദേഹം തൊട്ട് വിളിക്കരുത്. പബ്ലിക് സ്ഥലമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. സണ്ണിക്കുട്ടി, ഏത് സണ്ണിക്കുട്ടി? പോടാ, പോടാ, എടാ, പോടാ നിന്റെ എടാ, എടാ. വെറുതെ വെറുതെയല്ല. എടാ. എന്റെ ദൈവമാണത്. അംബിക ചിട്ടി പണ്ടിന് ചിട്ടി പിടിച്ചപ്പോ എനിക്ക് വേണ്ടി ജാമ്യം തന്നു സാറാ. അത് നിനക്ക് അറിയൂടാ. വേണ്ട നാരായണ, നീ കുത്തി അവൻ ചത്താ ചിലപ്പോ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായല്ലോ എന്നോട് കളിച്ചാൽ പ്രശ്നമാണെന്ന്. ഓഹോ, കാര്യങ്ങൾ അത്രത്തോളമായല്ലേ? എന്നെ തല്ലാൻ ഗുണ്ടകളെ കൊണ്ട് നടക്കാറായോ? നമ്മളും അവനെ പോലെ ചെറ്റയാവാൻ പാടില്ലല്ലോ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. എന്താ സാറേ പ്രശ്നം? ഏതാണ് തണ്ടി? എന്റെ ഒരു ഫ്രണ്ട് തണ്ടിയാ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാ. എന്നിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്നതാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിൽ എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണല്ലോ. അതുകൊണ്ടാണല്ലോ പ്രശ്നം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത്. പക്ഷേ എന്റെ അനുഭവത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. ഞാനുണ്ട്, സാറ് കാര്യം പറ. ഒക്കെ വിശദമായിട്ട് പറയാൻ വാ. ഹാർട്ട്ലി വെൽക്കം മിസ്സസ് രാജേന്ദ്രൻ. താങ്ക് യു. ഞങ്ങളുടെ അന്നദാതാവ്, പ്രിയങ്കരനായ മാന്യനായ ഞങ്ങളുടെ MD. നമസ്കാരം. വരൂ പ്ലീസ്. ഇരിക്കും മിസ്സസ് രാജേന്ദ്രൻ. താങ്ക് യു. ഇന്ന് നമുക്ക് അതിഥികൾ അധികമില്ല. ഏറ്റവും പ്രിയപ്പെട്ട അതിഥി വന്നെത്തിയല്ലോ. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അതുവരെ വേണമെങ്കിൽ എന്റെ മുറിയിൽ പോയി റെസ്റ്റ് ചെയ്യാം. ഇവിടെ മതി സാർ. മിസ്റ്റർ ആൻഡ് മിസ്സസ് രാജേന്ദ്രന് വേണ്ടി ഒരു ഹണിമൂൺ സൂട്ട് വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാം. വേണ്ടി വരില്ല. കുടിക്കാൻ എന്താണ് വേണ്ടത്? ബിസ്ക്കറ്റ് ഉണ്ട്, അവിടെ ഇരിക്കാം. വേണ്ടി വരില്ല. കുടിക്കാൻ എന്താണ് വേണ്ടത് മിസ്സസ് രാജേന്ദ്രൻ? ഇപ്പൊ ഒന്നും വേണ്ട. മുഖസ്തുതിയല്ല മിസ്സസ് രാജേന്ദ്രൻ, ഞാൻ പ്രതീക്ഷിച്ചതിൽ എത്രയോ സുന്ദരിയാണ്. താങ്ക് യു സർ. റിസപ്ഷൻ വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ വേഗം അങ്ങ് പോകായിരുന്നു. ഫീൽ അറ്റ് ഹോം മിസ്റ്റർ രാജേന്ദ്രൻ. അപകടം വരൂ. ഹലോ. ഇതെന്റെ കീഴിൽ അല്ല കൂടെ വർക്ക് ചെയ്യുന്നവരാ. നാൻസി, ശ്രീപ്രിയ, Hello. രജനി, Hello. രാമേന്ദ്രൻ. Hello. ഹലോ, വൈഫാ. അപ്പോ എങ്ങനെയാ അപ്പുക്കുട്ടാ ഈ പദ്ധതികൾ? ഒന്ന് മാത്രം സാർ ഓർമ്മിക്കുക. എന്തൊക്കെയായാലും അവനവളെ കല്യാണം കഴിച്ചിട്ട് അധിക നാളായിട്ടില്ലല്ലോ സാർ. ആ കുട്ടിക്ക് ഞാൻ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അവള് പറഞ്ഞത് പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സാറിന് ഇഷ്ടപ്പെട്ടാൽ. ഞാൻ എന്താ സുന്ദരനല്ലേ? സൂട്ടിട്ടത് കൊണ്ട് മാത്രമായില്ലല്ലോ, അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. സാർ ആക്രാന്തം കാണിക്കരുത്. അവളെ സാർ ഇംപ്രസ് ചെയ്താലേ രക്ഷയുള്ളൂ. മറ്റൊരുത്തിന്റെ ഭാര്യയല്ലേ സാർ? പിന്നെ അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇംപ്രസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. രാജേന്ദ്രൻ അപ്പുക്കുട്ടനും എതിർക്കാതിരുന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. വരൂ വരൂ വരൂ. എന്തായി? എന്താവും അറിയില്ല. ആ പെണ്ണിനെ അയാൾ മുറി കയറ്റി. ഓ, ഇവൻ മഹാ തെണ്ടി തന്നെ. അതിരിക്കട്ടെ, ഈ പെണ്ണ് സംഗതി വെളിച്ചത്താക്കൂ. അതൊന്നും എനിക്കറിയില്ല. വിളിച്ചതാക്കൂ. ഏയ് ദൈവമേ. നമുക്ക് തൽക്കാലം വലിയാം. ബാക്കി വരുന്നത് പോലെ വരട്ടെ. നാരായണൻ അവിടെ കാത്തിരിക്കുകയാണല്ലോ. നമുക്ക് അയാളെ ഇങ്ങോട്ട് അയക്കാം. വാ. അപ്പൊ കേട്ടാ, ഇത് ഞാനാ. സംഗതികൾ ആകെ അവതാളത്തിലാന്നാ തോന്നുന്നു. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ് കിടക്കുക. ഞാൻ ജീവൻ കൊണ്ട് ഓടി. എനിക്ക് ആകെ പേടിയാവും. എനിക്കും. പെണ്ണ് പ്രശ്നം ഗുലുമാലായോ എന്നൊരു സംശയം. ഇപ്പൊ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എന്നുവെച്ചാ അത് തന്നെ. എന്താ മിസ്റ്റർ അപ്പുക്കുട്ടൻ? അത് എന്റെ ഒരു ഫ്രണ്ടിന് ലോട്ടറി അടിച്ചു. അത് വിളിച്ച് പറഞ്ഞതാ. ഞാൻ കേട്ടില്ലല്ലോ. അതിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ആരായി അപ്പുക്കുട്ടൻ മേനോൻ? അപ്പുക്കുട്ടമേനൻ ഇവിടുത്തെ അക്കൗണ്ടന്റാ. ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? സ്റ്റേഷൻ വരെ ഒന്നുമില്ല, SI പറഞ്ഞു. അതെ, എന്താ കേസ്? കേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല മിസ്റ്റർ. ആള് പുറത്തൊന്നും പോയിട്ടില്ല. അപ്പൂട്ട് സാറേ, ഇവിടെ എന്തെടുക്കുവാ? ഞാൻ എന്റെ പേന പരതായിരുന്നു. പേനല്ലേ ഇരിക്കുന്നത്? ആ പേനല്ല, വേറൊരു പേന. സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ SI പറഞ്ഞു.
അത് ശരി, എസ് ഐ പറഞ്ഞു അല്ലേ? എസ് ഐ പറയും. എസ് ഐ എന്റെ ഒരു ക്ലാസ്മേറ്റാ. എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. ഞാൻ പോയില്ല, തെറ്റായി പോയി അത്. ഞാൻ വൈകുന്നേരം വന്നേക്കാം. ഇപ്പൊ വരണം. ഇപ്പൊ തന്നെ വരാം. ഞാൻ ഈ പേന കാണാത്തതുകൊണ്ടുള്ള ഒരു എസ് ഐ ആയതുകൊണ്ട് അല്ല, ഞാൻ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ. പേടിക്കണ്ട, ഞാനാ. വാതിൽ പൂട്ടിയിട്ട് ഞാൻ ആ മരത്തിന്റെ മറവിൽ നിൽക്കുകയായിരുന്നു. ആരൊക്കെയാണ് നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ. വാതിൽ തുറക്ക്. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. അയ്യോ, ആ പെണ്ണ് മിസ്സിംഗാ. നമ്മളവളെ കൊന്നെന്നാ പോലീസ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കാലിയാക്കാൻ. ഈ കേസിൽ ഞാനില്ലല്ലോ. നീ ഒന്നാം പ്രതി. എന്റെ ഈശ്വര, ഞാൻ നിരപരാധിയാണെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഇതാണ് ചതി. പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? എല്ലാ തെളിവുകളും നിനക്കെതിരായതുകൊണ്ട്. നീ എങ്ങോട്ട് പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം പിടികൊടുക്കാതിരിക്കുക. ആ പെണ്ണ് ശരിക്കും മരിച്ചോ? അത് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ഞാൻ കൊന്നിട്ടില്ല. പിന്നെ ഞാനാണോ കൊന്നത്? അത് എനിക്കറിയില്ലല്ലോ. അപ്പുകുട്ടാ, നീ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. പ്രേമം, ജോലി, കല്യാണം, കൊലക്ക. എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി. ശനി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. വേണ്ടാത്ത ഊരാക്കുടുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറ്റക്കാരൻ ഞാനായി. നീ മാത്രമാ കുറ്റക്കാരൻ. പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന്. അങ്ങനെ എന്നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നീ മാത്രം രക്ഷപ്പെടണ്ട. ഓടാ. ഞാനും വരുവാ. എന്റെ അമ്മോ. രാജേട്ടാ, ആരൊക്കെയാ ഇത്? നല്ല സമയം നോക്കിയാ വന്നത്. അമ്മേ, രാധികേ, ശോഭേ, പ്രമോദേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കാർ വന്നപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? അത് കാറിന്റെ വരവ് കണ്ടപ്പോ ബ്രേക്ക് പോയി എന്ന് വിചാരിച്ചു. ബ്രേക്ക് പോയെന്ന് വിചാരിച്ചു. അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഓടുന്നു. അത്രേ ഉള്ളൂ. നീ എന്താടാ ഈ ആഴ്ച വീട്ടിലേക്ക് വരാഞ്ഞത്? കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കല്യാണത്തിന്റെ പെങ്ങളുടെ മകളുടെ reception. reception. രാധിക പറഞ്ഞു. പിന്നെ പിള്ളേർക്കും വലിയ ആഗ്രഹം. എങ്കി പോന്നേക്കാവുന്ന എനിക്കും തോന്നി. വന്നത് നന്നായി, വളരെ നന്നായി. പക്ഷെ ഞങ്ങൾ ഈ വീട് കാലി ചെയ്യാൻ പോവാ. ഇതുപോലെ ഇടക്കിടക്ക് വരണം. എന്തോ നട നിങ്ങൾ തമ്മില്? ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീട് കാലി ചെയ്യാം. നമുക്ക് നിങ്ങൾ വന്ന് അതേ കാറിൽ നാട്ടിലേക്ക് പോവാം. എല്ലാവരുമായിട്ട്. അപ്പം കൊണ്ടിരിക്കട്ടെ. നീ എന്താടാ ഈ പറയുന്നേ? ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നിട്ട്? അമ്മ വീട്ടുടമസ്ഥനെ തെളിയിക്കേണ്ടി വരും. ആഹാ, അങ്ങനൊരു വീട്ടുടമസ്ഥനെ എന്നാ ഒന്ന് കാണണല്ലോ. അമ്മേ, പോടാ. ഞങ്ങൾക്ക് ഈ സിറ്റി ഒക്കെ ഒന്ന് കാണണം. 1-2 ആഴ്ച ഒരു കറക്കം. രാജേട്ടൻ പേടിക്കണ്ട. ആവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ അച്ഛൻ്റെ ഇത് ഒപ്പിച്ചിട്ടുണ്ട്. ഏയ്, കാശൊന്നൊരു പ്രശ്നമല്ല. എവിടെ ഇവിടുത്തെ അടുക്കള? വെപ്പും കുടിയൊക്കെ ഉണ്ടോ ഇവിടെ? വാ മോളെ. വെപ്പുണ്ട്. പക്ഷെ കൂടുതലും വേലവെപ്പാണെന്ന് മാത്രം അല്ലേ? ഞാനിതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. എനിക്ക് കണ്ട മൃഗശാലയാ. രണ്ടും കാണിക്കാം കേട്ടാ.